ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലാൻ സം അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മാത്സിലെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്നൊരു ടോപ്പിക്കാണ്. ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമിന്, അതായത് PSC, UPSC, ബാങ്ക് ടെസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് എക്സാമുകളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണിത്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു ലീനിയർ ഇക്വേഷൻ ഉണ്ടാക്കാം, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളൊരു ഭാഗമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇഫ് യു സബ്സ്ട്രാക്ട് 1/2 ഫ്രം എ നമ്പർ ആൻഡ് മൾട്ടിപ്ലൈ ദ റിസൾട്ട് ബൈ 1/2 യു ഗെറ്റ് 1/8. വാട്ട് ഈസ് ദ നമ്പർ? അതായത് ഒരു നമ്പർ, ഏതോ ഒരു നമ്പറിൽ നിന്നും 1/2 നമ്മൾ മൈനസ് ചെയ്തു, എന്നിട്ട് ആ കിട്ടിയതിൽ നിന്ന് 1/2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ റിസൾട്ട് കിട്ടിയത് 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ നമ്പർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാത്ത നമ്പറിനെ നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പോൾ ലെറ്റ് എക്സ് ബി ദ നമ്പർ. അപ്പോൾ എക്സ് ആണ് നമ്മൾ നമ്പർ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എക്സിൽ നിന്നും 1/2 മൈനസ് ചെയ്തു, പിന്നെ കിട്ടിയതിൻ്റെ എന്ത് ചെയ്തു? കിട്ടിയതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/8 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് നോക്കാം. സാധാരണ പോലെ തന്നെ 1/2 ഇൻറ്റു എക്സ് മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 1/2 ആദ്യം എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1/2 എക്സ് എന്ന് പറയുമ്പോൾ x/2. അത് കഴിഞ്ഞിട്ട് 1/2 ഇൻറ്റു 1/2 മൈനസ് 1/4 എന്ന് കിട്ടി, ഇസ് ഈക്വൽ ടു 1/8. x/2 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ 2ൻ്റെയും 4ൻ്റെയും LCM എടുത്താലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 2ൻ്റെയും 4ൻ്റെയും LCM എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 4 കിട്ടിയല്ലേ? അപ്പോൾ ഇവിടെ 4 ആവാൻ വേണ്ടിയിട്ട് x/2 x/4 ആവാൻ വേണ്ടിയിട്ട്, x താഴെ 4 ആവാൻ വേണ്ടിയിട്ട് × 2 ചെയ്തു, ഇവിടെ × 2 ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 2x കിട്ടി. പുറത്ത് 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താ? മൈനസ് 1/4 എന്ന് കിട്ടി, ഈക്വൽ ടു 1/8. ഇനി ഈ 4 നമ്മൾ എന്ത് ചെയ്യും? നേരെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. 4 നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x മൈനസ് 1 ഇസ് ഈക്വൽ ടു 4/8 എന്ന് കിട്ടും. അതായത് 4/8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2. 2x മൈനസ് 1 എന്ന് പറയുന്നത് 1/2 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ 1/2നെ നമുക്ക് ഫ്രാക്ഷൻ മാറ്റിയിട്ട് 1 ആക്കാം. അതായത് എന്ത് ചെയ്യാം? ഈ 2നെ ഇപ്പുറത്തോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ 2നെ നമ്മൾ ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഹോൾ 2x മൈനസ് 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. നമുക്ക് 2x മൈനസ് 1 പിന്നെ ഈ 2 പുറത്ത് വന്ന് ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി, +2 ആവും. അപ്പോൾ നമുക്ക് 4x എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 + 2 എന്ന് കിട്ടി. ഈ -2 പുറത്ത് വന്നപ്പോൾ +2 ആയി. ഇനി എക്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 1 + 2 എന്ന് പറയുന്നത് 3. ഈ 4 താഴത്തോട്ട് ഇറങ്ങും. അപ്പോൾ എന്ത് വരും? 3/4 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 3/4 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടി. ഇനി നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കാം. ചെയ്തത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഈ 3/4 വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഏതോ ഒരു നമ്പർ, അതെന്താണ്
അപ്പോൾ നമുക്ക് 3/4 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആ 3/4 ഇട്ടു. അതിൽ നിന്നും 1/2 മൈനസ് ചെയ്തു. എന്നിട്ട് കിട്ടിയതിന് നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടാൻ നോക്കാം. 1/8 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 3/4 1/2 കുറച്ച് എത്ര കിട്ടുക? 3/4 മൈനസ് 1 × 2/2 × 2 അല്ലേ, ഇൻറ്റു 1/2. ഈ 1/2 മറന്നു വരുന്നത് ഈക്വൽ ടു 3 മൈനസ് ഈ 1 × 2 എന്ന് പറയുമ്പോൾ 2 ഇവിടെയും 4 ഇവിടെയും 4. അപ്പോൾ 4 എടുത്തു. പിന്നെ പുറത്ത് 1/2 ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. 3 - 2 എന്ന് പറയുന്നത് 1/4 കിട്ടി. ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1/8. വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത സെഷനിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.